ടൈപ്പ് ചെയ്യുന്നുണ്ടോ? സെൽഫ് ടോക്ക്, മെഡിറ്റേഷൻ. സ്വയം ഹാപ്പിനെസ് കണ്ടെത്തുക, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക, കൂടുതൽ പ്രതീക്ഷ കൊടുക്കാതിരിക്കുക, എൻഗേജ്ഡ് ആവുക, മെഡിറ്റേഷൻ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കേട്ടോ. എല്ലാവരുടെ പോയിന്റ്സും വളരെ ആപ്റ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് എല്ലാവരും ടൈപ്പ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആകെ നമ്മള് എന്താ പറയാ, ഇങ്ങനെ വല്ലാതെ എനർജി ഡൗൺ ആയിട്ട് ഒരു നമുക്കൊന്ന് കിടക്കാന്നൊക്കെ തോന്നും അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എന്തൊക്കെയോ നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും. ഇങ്ങനത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിൽ നിന്നും മറികടക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം വളരെ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അക്നോളജ് ആൻഡ് ആക്സെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫീലിങ്സിനെ നമ്മളെ അക്നോളജ് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. അക്നോളജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പ്രശ്നം എനിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, ഈ ഒരു വിഷമത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഓക്കെ, ഞാൻ ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഞാനിപ്പോ എക്സാമിന് ഫെയിലായി, ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഈ ജോബിന് ഞാൻ നിരന്തരം ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല, ഓക്കെ, ആ സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനോട് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടൂല. ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് ജോലി കിട്ടുന്നില്ലല്ലോ, ഇത് തന്നെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്ന ചിന്ത. എന്താണോ നമ്മൾ നേരിടുന്ന ഈ പ്രശ്നം, അത് തന്നെ ആയിരിക്കും നമ്മുടെ മൈൻഡിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ്, ഓക്കെ, എനിക്ക് എന്റെ ജോബ് നഷ്ടപ്പെട്ടു, ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് വീടില്ല, ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കടമുണ്ട്, ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്നുള്ള ആ ഒരു അവിടെ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യുക. അതാണെങ്കിലും ഞാൻ ഈ സിറ്റുവേഷനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഫെയിലായി, ഓക്കെ, ഇതെന്റെ ജീവിതത്തിന്റെ ഒരു അവസാന ഘട്ടമൊന്നുമല്ല. എനിക്ക് ഇനിയും ദൈവം തമ്പുരാനെ ആയുസ് തന്നാൽ എനിക്ക് ഇനിയും ട്രൈ ചെയ്തിട്ട് ഇതിൽ നിന്നും മുന്നോട്ട് വരാൻ സാധിക്കും. ഇറ്റ്സ് ഓക്കെ, ഞാൻ കുഴപ്പമില്ല, എന്റെ ജോലി പോയെങ്കിലും കുഴപ്പമില്ല, എന്റെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്ക് വീടില്ലെങ്കിലും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. ഓക്കെ, അവിടെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ള മനസ്സമാധാനം പോകും, ആരോഗ്യം പോകും, മനസ്സമാധാനം, സ്വസ്ഥതയും സന്തോഷവും എല്ലാം നഷ്ടപ്പെടും അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ നമ്മൾ ടയേർഡായി പോകും. അസുഖക്കാരനായി പോകുമ്പോൾ നമുക്ക് ഉള്ളതും കൂടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യും? എന്താ ഉണ്ടാവുക? കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാവും അല്ലേ? കൂടുതൽ നഷ്ടങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളിലേക്ക് കൂടുതൽ വരിക. നമ്മൾ എന്തിനെ കുറിച്ച് അല്ലേ, നമ്മളിൽ ഒരു അവയർനെസ് കൊണ്ടുവരും. ആയിക്കോട്ടെ, ഇതുണ്ടായി, ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ആണ്, അതെനിക്ക് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവബോധം നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആ നെഗറ്റീവായിട്ട് അതിലേക്ക് പോകുമ്പോൾ കൂടുതൽ വീണ്ടും പ്രശ്നങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തു വരും അല്ലേ? നമ്മളിപ്പോൾ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും നോക്കിയാൽ മതി. നമ്മൾ എന്താണോ നല്ലത് ചിന്തിക്കുമ്പോൾ അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൂടുതൽ വരും. എന്നാൽ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ചുറ്റുന്നും നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്വസ്ഥത ഇല്ലെങ്കിൽ ചുറ്റുന്നു വരുന്നത് മുഴുവൻ അസ്വസ്ഥതകൾ തന്നെയായിരിക്കും അല്ലേ? പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക പ്രാക്ടീസ് സെൽഫ് ലവ്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അയ്യോ, എന്താണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ ആയിപ്പോയത്. അങ്ങനെ ഈ ഒരു നമ്മളെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മളിൽ സ്വയം അസ്വസ്ഥമാകുമ്പോൾ, നമുക്ക് തന്നെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് ആ ഒരു കൂടുതൽ നെഗറ്റീവായിട്ട് നമ്മുടെ ഈ ഒരു എന്താ തിളയ്ക്കുന്നത് പോലെ അല്ലെ, ഉള്ളിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും നമ്മൾ.
കൂടുതൽ കൂടുതൽ ആ ഒരു ഓൾറെഡി ഹീറ്റാണ് അല്ലെ ആ ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് ഇങ്ങനെ കൂടുതൽ 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 ഊതിപ്പെരിപ്പിച്ച് സ്വയം എങ്ങനെ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ, എന്നാലും എനിക്ക് എന്നെ ഇഷ്ടമാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഫുഡ് കഴിക്കൂല അല്ലെ, ഫുഡ് കഴിക്കൂല, മറ്റുള്ളവരോട് മിണ്ടാൻ പോകൂല, എല്ലാരെയും മാറ്റി നിർത്തും. നമ്മുടെ എല്ലാ ഒരു ഈവൻ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങൾ പോലും ചെയ്യാതെ നമ്മൾ അങ്ങനെ മാറി നിൽക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഒരു വേറൊരു വ്യക്തിയായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മളൊരൊന്ന് കണ്ടു നോക്കൂ. നമ്മളോട് എന്താണ് ഇപ്പൊ വേണ്ടത്? നമ്മൾ വിചാരിക്കുന്നുണ്ട് ആരെങ്കിലും എന്നെ വന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിക്കൂലേ? ആ വാക്കുകൾ നമ്മളോട് തന്നെ നമ്മളൊന്ന് പറഞ്ഞു നോക്കാം. നമുക്കൊന്ന് എന്ത് ചെയ്യാം, നമ്മളെ തന്നെ നമ്മൾ കണ്ണാടിയിൽ ഒന്ന് നോക്കി നോക്കാം അല്ലേ? കണ്ണാടിയിൽ നോക്കിയിട്ട് എന്താണ് നല്ല സംസാരങ്ങൾ സംസാരിക്കാം. നമുക്ക് വേണ്ട ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോവാം, നല്ലൊരു ഫുഡ് കഴിക്കാം അല്ലെ? ഇഷ്ടപ്പെട്ട ആ ഒരു പരാജയത്തെ ആഘോഷിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചിലര് എന്ത് ചെയ്യും, ആ പരാജയത്തെ, ഞാൻ പറയുന്ന വേറെ ആഘോഷമല്ല കേട്ടോ, പാർട്ടി ഇതല്ല അല്ലെ, അങ്ങനത്തെ പാർട്ടി കൂടലല്ല, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ആശ്വസിപ്പിക്കുക. എന്താണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ പറയാനുള്ളത് എന്ന് കേൾക്കുക. ഓക്കെ, അതായത് പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമ്മളിങ്ങനെ നെഗറ്റീവായിട്ട് നിരന്തരം നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കാം. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകും അല്ലെ, ഇത് എൻ്റെ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു സിറ്റുവേഷൻ കടന്നുപോയി, ഞാൻ ഇതിലും ഉയർന്ന ഒരു തരത്തിൽ, ഈ ജോബ് എനിക്കിപ്പോ കിട്ടുന്നില്ല എങ്കിൽ ഇതിനേക്കാളും നല്ലൊരു ജോബ് കിട്ടാനുള്ള അവസരം എനിക്കുണ്ട് അല്ലെ, ഞാൻ അതിന് കഴിവുള്ളവളാണ്, എനിക്ക് ഈ ഒരു സിറ്റുവേഷനും കടന്നു പോകും, ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ സ്വയം പറയാം. എനിക്ക് കിട്ടും, ഇതിനേക്കാളും മികച്ചത് കിട്ടും. ഇപ്പൊ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ മറ്റുള്ള പുറത്ത് ഒരു ജോബ് നമുക്ക് കിട്ടിയില്ല എങ്കിൽ അതിനേക്കാളും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാവും. അത് നമ്മൾ അങ്ങനെ വിചാരിച്ച് നമ്മുടെ മൈൻഡിന് ശക്തി കൊടുക്കുക. ചിലപ്പോൾ മൈൻഡ് ഇങ്ങനെ പിന്നെയും നമ്മൾ എന്താ, ഈ വീണ്ടും ശങ്കരൻ തെങ്ങേ തന്നെ എന്ന് പറഞ്ഞാൽ മൈൻഡ് പിന്നെയും പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും കൊണ്ടുവരാം. ഈ പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഇല്ല, എനിക്ക് കിട്ടും, നിങ്ങൾ ഉറക്കെ തന്നെ പറയാം, എനിക്ക് കിട്ടും, എനിക്ക് ഇതിനേക്കാളും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് നിങ്ങളോട് തന്നെ പറയാം. അപ്പൊ നമുക്കൊക്കെ ഉണ്ടാവും, പഠിച്ചിട്ട് ഒത്തിരി നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഞാൻ കുറേ ആളുകൾ കേട്ടിട്ടുണ്ട്, നന്നായിട്ട് പഠിക്കുമായിരുന്നു, പക്ഷെ 17 വയസ്സായപ്പോൾ 18 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചു. എന്നിട്ട് എൻ്റെ അവർ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ പഠിപ്പിച്ചില്ല. എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഇന്ന ഒരു ജോബ് നേടണമെന്ന്, അതൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിരാശരാവാതെ ഇന്ന് നിങ്ങൾക്ക് എന്താണോ പറ്റുക അല്ലെ, അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങളെ സെൽഫ് ലവ് കൊടുക്കുക, നിങ്ങളുടെ സ്റ്റൈലൊക്കെ മാറ്റുക. നമ്മൾ എന്ത് ചെയ്യും, കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിരാശയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്റ്റൈലൊക്കെ മാറിപ്പോവും അല്ലെ, ഒരു ഡ്രസ്സിങ്ങും. പിന്നെ അപ്പോൾ എന്തുണ്ടാവുക, ഉള്ള ഏജിനേക്കാളും ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് കൂടുതൽ തോന്നുന്ന രൂപത്തില് നമ്മുടെ ഡ്രസ്സിങ്ങും അങ്ങനെ. എപ്പോഴും കാണാം ചില പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ്, ചില കുട്ടികൾ ഒരു കുഞ്ഞൊക്കെ ആകുമ്പോഴേക്കും അവരുടെ രൂപം ആകെ മാറി. എങ്ങനെ 2 കൊല്ലം മുമ്പൊക്കെ എങ്ങനെ നടന്നിരുന്ന കുട്ടികളാണ് അല്ലെ. അപ്പൊ ആ ഒരു ഇത് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് തന്നെ നടക്കുക. നമ്മള് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ ആ ഒരു രൂപത്തിൽ നമ്മൾ നമ്മളോട് തന്നെ പെരുമാറുക. ഓക്കെ, പിന്നെ പറയുന്നത് ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്. നമ്മൾ പറഞ്ഞില്ലേ, എന്താണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ നമ്മുടെ രാജലക്ഷ്മി മാമിന് തയ്യൽ ഇഷ്ടമാണ്, ഗാർഡനിങ് ഇഷ്ടമാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഇവിടെ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് സെയിൽ ചെയ്യുന്ന EFT വന്നതിന് ശേഷം ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സെൽഫ് ലവും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്വയം സംരംഭകരായിട്ടുള്ള കുറെ ആളുകളുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക്, ആ സർക്കാർ ഉദ്യോഗം അല്ലെങ്കിൽ നമുക്ക് ഇവിടെയും ഒരു ഹോപ്പ് ഉണ്ട്, ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അതേപോലെ തന്നെ ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ ചില പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന, വേസ്റ്റുകളിൽ നിന്നും ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്ന, അത് സെയിൽ ചെയ്യുന്ന ആളുകൾ, അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്.
അപ്പൊ എന്ത് ചെയ്യാ, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാ, അതിനെക്കുറിച്ച് അത് നിങ്ങൾ ചെയ്യുക. ആരെങ്കിലും ഇവിടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് കേട്ടോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ EFT കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കോഴ്സ് ചെയ്ത ആളുകൾ ഒത്തിരി പേരുണ്ട്. നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾ ഒത്തിരി പേരുണ്ട്. ഒരുപാട് അതെ, റീനി മാം ബിസ്ക്കറ്റ് കുക്കീസ് ഒക്കെ അടിപൊളിയായിട്ടുള്ള ഇത് അടിപൊളിയാണ് റീനി മാമിന്റെ ബിസ്ക്കറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഓരോരുത്തരും, അതേപോലെ തന്നെ നമ്മുടെ ഖദീജ മുഹമ്മദ് മാമിന്റെ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ്. ഓക്കെ, അടിപൊളിയാണ്, നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതുപോലെ നമുക്കിപ്പോ ട്രസ്റ്റ് ചെയ്തിട്ട് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത സാധനം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വാങ്ങും. അപ്പൊ അത്രയും നല്ല ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അപ്പം നമ്മൾ അതിന് റെഡി ആയിട്ട് വരുമ്പോ നമ്മുടെ കൂടെ എന്ത് ചെയ്യും, നമുക്ക് അതിനുള്ള ഒരു ഫോഴ്സ് നമ്മുടെ കൂടെ വരും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരു ശക്തി. അപ്പോഴേ നമ്മൾ പ്രാർത്ഥിച്ച ദൈവം അല്ലെങ്കിൽ പടച്ചോന് നമ്മുടെ കൂടെ അപ്പം വരും. ഓക്കെ, നമ്മുടെ കൂടെ നമ്മൾ എന്താണോ പേടിക്കുന്നത്, നമ്മൾ ആ പേടിക്കുന്ന അത്ര ഇതുണ്ടാവില്ല. നമ്മൾ ഫെയിലായി പോകുന്ന എവിടെയാണ്, ഈ പേടിയിലാണ്. പക്ഷെ ധൈര്യത്തോടു കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നേറുമ്പോൾ നമുക്ക് കൂടുതൽ വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്ര ഈസി ആയിരുന്നു ഈ കാര്യം എന്ന്. വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് പറഞ്ഞു, അതേപോലെ തന്നെ സെൽഫ് ലവ് പറഞ്ഞതിന്റെ പോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് എന്താണോ കിട്ടുന്നത് അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ള കഴിവ്, അത് പോയെങ്കിൽ പോട്ടെ, എനിക്ക് ഈ കഴിവ് ദൈവം തന്നിട്ടുണ്ടല്ലോ. ഞാൻ ആ എംപ്ലോയി ആയിരുന്നു, അത്രയും സാലറി ഉള്ള എംപ്ലോയി ആയിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് ഇത്രയും കുറഞ്ഞ സാലറി ആണല്ലോ ഇന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ ആ ജോലി എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ ജോലി എനിക്ക് പറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയും കഴിവുകൾ എനിക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ബന്ധം പോയെങ്കിലും ഈ ബന്ധം അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് കിട്ടുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാം. അതായത് ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ ചെറിയ കുട്ടിയായപ്പം അമ്മ മരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അമ്മ മരിച്ചിട്ടുണ്ട്, അച്ഛൻ മരിച്ചിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു ഇതിൽ നമ്മൾ സ്റ്റക്ക് ആകുമ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് നിരാശ വരിക. അപ്പൊ അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് വരും എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ പ്രവാചകൻ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഒരു അല്ലെ അനാഥനായിട്ടാണ് ജീവിച്ചത്. പിന്നെ അവർക്ക് കൂടുതൽ അല്ലെ ലോകം തന്നെ അറിയപ്പെടുന്ന ആരായിട്ട് മാറി അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മൾ ആരാണെങ്കിലും അല്ലെ, രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് പിന്നീട് മഹാന്മാരായിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആരാണോ ആ ഒരു വ്യക്തി പോയെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ ഒരു ക്രൗഡിൽ നിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്തെങ്കിൽ, നമ്മൾ അവഗണിച്ചെങ്കിൽ, നമ്മളിങ്ങനെ കരിവേപ്പില പോലെ എടുത്ത് കളഞ്ഞെങ്കിൽ, ദൈവം നമുക്കായിട്ട് വേറൊരു ഓപ്പർച്യൂണിറ്റി തരും. നമ്മളെ മാറ്റി നിർത്തിയവർ, അല്ലെങ്കിൽ ഇകഴ്ത്തുന്നവര്, താഴ്ത്തുന്നവര് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉയർത്താൻ അല്ലെ, ഒരു നിമിഷം മതി ഒരാളെ താഴാനും അതുപോലെ തന്നെ ഉയർന്നു വരാനും അല്ലെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലെ, സാമ്പത്തികമായിക്കോട്ടെ, അതേപോലെ റിലേഷൻഷിപ്പ് വൈസ് ആയിക്കോട്ടെ, ഹെൽത്തിലായിക്കോട്ടെ, മറ്റേത് തരത്തിലാണെങ്കിലും നമ്മളിപ്പോ ഉള്ള ഈ ഒരു സ്ഥിതിയിലല്ല നമുക്ക് എപ്പോഴും ഉള്ളത് അല്ലെ. ഇത് ടെമ്പററി ആണ്. നിങ്ങളിപ്പം നല്ല ഒരു സ്റ്റേജിലാണ് എങ്കിലും, അതായത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ആവട്ടെ, റിലേഷൻഷിപ്പിലാവട്ടെ, മറ്റുള്ള ഏതൊരു തരത്തിലാവട്ടെ, ഏതൊരു സ്റ്റേജിലാണ് ഉള്ളത് എങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ താഴെയാണോ മേലെയാണോ, ഇത് എന്ന് പറയുന്നത് ഈ ഒരു പ്രസന്റ് എന്ന് പറയുന്നത് ഈ ഒരു സമയം മാത്രം അല്ല നമുക്ക് ഇത് ഉണ്ടാവുക. അതായത് നമുക്ക് ഈ ഒരു സംഭവം എപ്പോഴും നമ്മുടേതാണ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ. ഇതെന്നും എനിക്ക് അനുഭവിക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എന്നും ഈ പടുകുഴിയിൽ, ഈ വിഷമത്തിൽ, സങ്കടത്തിലാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. എന്നും നമ്മുടെ കൂടെ ഈ എല്ലാവരും ഈ റിച്ച്നെസ്സും ഹാപ്പിനെസ്സും ഹെൽത്തും വെൽത്തും ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ആ നിരാശ വിട്ടിട്ട് ഉള്ളത് എന്താണോ, നമ്മുടെ കൂടെ എന്താണ് കുഞ്ഞിതാണെങ്കിൽ ഉള്ളത്, ഈ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ആസ്വദിക്കുന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, അതിനെ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. കണ്ണുണ്ടായിട്ടും കാഴ്ചയില്ലാത്ത പോലെ ആവരുത് അല്ലെ. നമുക്ക് എന്തുണ്ടോ അതിനെ നമ്മൾ നന്നായിട്ട് അനുഭവിക്കുക. ഇല്ലാത്തതിന്റെ ആ വിഷമത്തിൽ, സങ്കടത്തിൽ ജീവിതം കഴിച്ചു കൂടാതെ ഉള്ളതിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് പറയണം, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. പിന്നെന്താണ് നമ്മൾ പറയുന്നത്, സെറ്റ് ബൗണ്ടറീസ്. നമ്മളെ നമുക്ക് നമ്മുടെ ഇമോഷനെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ബൗണ്ടറി ചെയ്യണം. ഇമോഷണൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്,
അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒരു ബോധപൂർവമുള്ള അവയർനെസ്സോട് കൂടിയിട്ട് നമ്മൾ അവിടെ നമ്മൾ പെരുമാറണം. അതായത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യണം. ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഡിസപ്പോയിൻമെന്റ് വരുമ്പോ എന്താ ഉണ്ടാവുക, ആ നിരാശ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും, അൺഹെൽത്തി ആയിട്ടുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം കൂടുതൽ 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 നമ്മൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. പിന്നെ അത് വേഴ്സൺ ചെയ്തു പോകും, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക്, അല്ലെ, ഒരു വല്ലാത്തൊരു രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടം, അല്ലെ. നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പ്രിയപ്പെട്ടവരൊക്കെ കുറെ നാളൊക്കെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുകാർക്കാണ്, നമുക്ക് തന്നെയാണ് പിന്നീട് നഷ്ടം ഉണ്ടാവാർക്കാ, നമ്മുടെ മക്കൾക്കാണ്, അല്ലെ. ഏറ്റവും കൂടുതൽ നമ്മൾ ഇല്ലെങ്കിൽ, നമ്മുടെ പാരൻസ് ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന ആർക്കായിരിക്കും? നമ്മുടെ കുട്ടികൾക്കാണ്, അല്ലേ. വേറെ ആർക്കും റീപ്ലേസ് ചെയ്യാം, ഹസ്ബൻഡിന് വൈഫിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും, അല്ലേ. പാരൻസിന് നഷ്ടാണ്, പക്ഷെ അവർക്ക് ഏതെങ്കിലും മക്കള് അല്ലെങ്കിൽ മറ്റുള്ള മക്കൾ അവർക്ക് അത് നികത്താനുണ്ടാവും. പക്ഷെ ഒരിക്കലും നികത്താൻ പറ്റാത്തത് ആർക്കാ? നമ്മുടെ മക്കൾക്ക് ഒരിക്കലും നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അവര് നമ്മളെ ചിലപ്പോ ഈ ഒരു വില അവർക്ക് അറിയുന്നില്ലെങ്കിലും, പക്ഷെ നമുക്ക് ആ ഒരു കണ്ടിട്ടുള്ള, നമ്മൾ കാണുന്നതാണ്, അല്ലെ. ഒരു മക്കൾ എത്രയാണെങ്കിലും അവർക്ക് ആ ഒരു അമ്മ, അച്ഛൻ, ഉപ്പ, ഉമ്മ എന്ന് പറയുന്ന ആ ബന്ധം, ഒരു സ്നേഹം അവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്താണോ അനുഭവിക്കുന്നത് അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് അനുഭവിക്കുന്നവരാണ് നമ്മുടെ മക്കൾ. നമ്മുടെ ഹെൽത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ, നമ്മുടെ വെൽത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ, മറ്റുള്ള ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം നമ്മുടെ മക്കളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു അവയർനെസ് കൊണ്ടുവരിക. നമ്മൾ നമ്മുടെ ഇമോഷനെ അവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഞാൻ ഇതിന്റെ ലിമിറ്റ് വിട്ടു പോകാൻ പാടില്ല. അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരാളെ ഓവറായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കെട്ടുന്നത് കൊണ്ടല്ലേ അവർ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമുക്ക് വിഷമുണ്ടാകുന്നത്. അവിടെ ഡിറ്റാച്ച്മെന്റ് കൊണ്ടുവരിക, ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് കൊണ്ടുവരിക. അതുപോലെ തന്നെ എല്ലാ ഏരിയയിലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ലേൺ ആൻഡ് ഗ്രോ. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മള് പുതിയ പുതിയ കാര്യങ്ങൾ, എനിക്ക് ഇപ്പൊ നമുക്ക് ഒരുപാട്, അല്ലെ, നമ്മുടെ കയ്യിന്റെ വിരൽത്തുമ്പത്താണ് നമുക്ക് നമ്മുടെ ടെക്നോളജി ഉള്ളത്. അതുപോലെ നമുക്ക് എന്താണോ അറിയേണ്ടത്, അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഒരു കുക്ക് ചെയ്യാൻ അറിയില്ല, എന്ത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ എന്തിനു വേണ്ടിയാണ്, ഇപ്പൊ നമ്മുടെ മുന്നിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്തിനു വേണമെങ്കിൽ നമ്മുടെ മൊബൈലിൽ അടിച്ചു കൊടുത്താൽ അതിന്റെ നമുക്ക് കിട്ടും, അല്ലേ. എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് വളരാനായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചുകൊണ്ട് വളരുക. ഏതൊരു ഏജും ഒരു ബാരിയർ അല്ല, എത്ര ഏജ് ആണെങ്കിലും. ഇപ്പൊ നിങ്ങളുടെ ഏജ്, അങ്ങനത്തെ ഒരു ഏജിലുള്ള ആളുകൾ ഇവിടെ ഇല്ല. 100 ഏജ് ആണെങ്കിലും, 100 ആണ് നിങ്ങളുടെ ഏജ് എങ്കിലും അപ്പോഴും നമുക്ക് പഠിക്കാം. കാരണം നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ, അല്ലെ. ഇപ്പൊ ഞാൻ ചെറുതായിട്ട് ഇപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റുമോ? എന്റെ ഏജിനെ ഒരിക്കലും എനിക്ക് റിവേഴ്സ് കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവേഴ്സ് കൊണ്ടുവരാൻ പറ്റില്ല, അല്ലേ. ഗഫൂർ സാറിനെ പിന്നെ ഇവിടെ കുറെ ആളുകൾ കാണില്ലല്ലോ. ആ, സുരേഷ് സാർ ഉണ്ട്, പിന്നെ സുലൈഖ മാം ഉണ്ട്, നബീസ മാം ഉണ്ട്, അമീറ മാം ഉണ്ട്, പിന്നെ ഓക്കെ, ജമീല മാം ഉണ്ട്, അങ്ങനെ രാജലക്ഷ്മി മാം. ആർക്കും ആരുടെ ഏജിനെ കൊണ്ടുപോയിട്ട് ഇപ്പം രാജലക്ഷ്മി മാം വിചാരിക്കണേ എനിക്ക് 16ാമത്തെ ഏജിക്ക് പോകണമെന്നാണ്, നടക്കുവോ? ഇല്ല. ഇനി വേണമെങ്കിൽ എന്താ വല്ല 60ക്കോ 90ക്കോ ഇങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പറ്റും, അല്ലേ. അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഈ ഏജിൽ നമ്മളുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്കാരെന്തോ പറയട്ടെ, എന്തുകൊണ്ടാണ് ആളുകൾ പറയും, ഇന്ന് പിന്നെയും പറയില്ല, അയ്യോ ഇത്രയും വയസ്സായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ. അത് എന്തുകൊണ്ടാണ്, അവരുടെ കുട്ടികളെ 18 വയസ്സിൽ അല്ലെങ്കിൽ അവർ 18 വയസ്സിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളും ആ 18 വയസ്സിൽ കെട്ടണം എന്നുള്ളതാണ് നാട്ടുകാരുടെ നാട്ടു നടപ്പ്, അല്ലെ. അത് എന്തോ ആട്ടെ, കല്ലിവല്ലി, അല്ലെ. അവരെന്തോ പറയട്ടെ, നമ്മൾ എന്ത് ചെയ്യാ, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ റഫീഖ് സാർ കണ്ടില്ലേ, സാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സാറുടെ കാര്യങ്ങളിലേക്ക് സാർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് സാർ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഇന്നത് കിട്ടുമോ? കിട്ടും, ഇല്ല. അപ്പൊ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഓരോരോ പുതിയ പുതിയ കോഴ്സുകൾ ചെയ്യുക. ഒരുപാട് കോഴ്സുകൾ കൊണ്ടുപോയിട്ട് പൈസ നിക്ഷേപിക്കുന്ന ഒരാളാണ് ഞാൻ. ഒക്കെ എൻ്റെ വീട്ടുകാരറിയാതെ പോലും ഞാൻ ഇത് കുറെ കോഴ്സുകൾ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത്. അത് എൻ്റെ ഏജ് 16 ആയിട്ട് എനിക്ക് പറ്റുമോ? ഇല്ല.
അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ട്. അപ്പൊ നമ്മുടെ EFT പഠിച്ച ആളുകൾക്ക് അല്ലെ, ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ്, സർട്ടിഫിക്കേഷൻ എക്സാം വരുന്നുണ്ട് അല്ലെ, അതെന്ത് ചെയ്യുക, ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, നമുക്കൊരു ഇത് കണ്ടോ, ഞാൻ SLC പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കൈ കിട്ടുന്ന ആദ്യത്തെ സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ അതിലേക്ക് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും, അങ്ങനെ നോക്കുക. നമ്മുടെ ഒരു ഏണിങ്സിന്റെ 1% നമ്മൾ എന്ത് ചെയ്യുക, ഒരു നിശ്ചിത ശതമാനം നമ്മുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ അറിവിന് വേണ്ടിയിട്ട്, നമ്മുടെ കെയറിന് വേണ്ടിയിട്ട്, നമ്മുടെ ബോഡി കെയറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. അല്ല നമ്മുടെ ഒരു തോട്ട് എന്ന് വെച്ചാൽ എന്താണ്, ഒരു പീരീഡ് വരെ എന്റെയും ഒരു തോട്ട് അങ്ങനെയായിരുന്നു. എന്തായിരുന്നു, അവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സ്വരുക്കൂട്ടി വെക്കുക. നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനു വേണ്ടി, നാളേക്ക് വേണ്ടി, നാളെ എന്നൊരു ദിവസത്തേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന, നമ്മൾ എടുത്തു വെക്കുന്നു. നാളെ വരുമോ, ഇല്ല. നാളെ നീളെ എന്നാണ് അല്ലെ. ഒരിക്കലും നാളെ എന്നൊരു ദിവസം നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരില്ല, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് വരില്ല. ഇന്ന് നമ്മള് അത് വിചാരിച്ച് ഇന്ന് ദൂർത്തടിച്ച് കളയാന്നല്ല, ഇന്ന് ജീവിച്ചിട്ട് ഇന്ന് എനിക്ക് എന്ത് ചെയ്താല് നാളെ ജീവിക്കാനായിട്ട് എന്ത് ഉണ്ടാക്കാൻ പറ്റും ഇല്ലേ. നമ്മൾ നോളജ് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സെൽഫ് റെസ്പെക്ട് കൂടും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ നമുക്കുള്ള, നമ്മുടെ സൊസൈറ്റിയിൽ നമുക്കുള്ള റെസ്പെക്റ്റും കൂടും. ആദ്യം പറയുന്നവർക്ക് പിന്നെ എന്ത് ചെയ്യും, നമ്മൾ കാണാതെ നമ്മൾ പഠിച്ച എന്താണ് വഴിയെന്ന് അവരന്വേഷിക്കും, അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട്. സോ അവരെന്താണോ പറയുന്നത് അത് മൈൻഡ് വെക്കാതെ നമ്മൾ പഠിക്കുക, മുന്നേറി പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ബി ഇൻ ദി പ്രസന്റ്. വെരി ഗുഡ്. സുജന മാം പറയുന്നു എനിക്ക് 36 വയസ്സുണ്ട്, മോന്റെ സൈക്കിൾ ചവിട്ടുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, കാരണം നമ്മുടെ കാലിനൊക്കെ നല്ല ബലം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സസൈസ് ചെയ്യണം. സൈക്ലിംഗ് എന്ന് പറയുന്നത് നല്ലൊരു ഇതാണ് അല്ലെ, എക്സസൈസ് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ബി ഇൻ ദി പ്രസന്റ് മൂമെന്റ്. ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ജീവിക്കുക. നിരാശ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്, ഇന്നലെ എന്ത് ചെയ്തു, ഫെയിലായി, അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പേ അവരെന്നെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അവരെന്നെ നെഗ്ലക്ട് ചെയ്തു അല്ലേ. ആ ഒരു തോട്ട് വെച്ചിട്ട് നമ്മൾ ഇന്നും വിഷമിച്ച് ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടും അങ്ങനെ പ്രശ്നത്തിലായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ഈ പ്രസന്റിൽ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അല്ലെ. ഇപ്പൊ ജമീല മാം എന്താ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഇതില് ചപ്പാത്തി പരത്തുന്നതിന്റെ ക്ലാസ് കേൾക്കുന്നു അല്ലെ. ഇപ്പോ അവര് വേറെ ഒരു 10 വർഷം മുമ്പത്തെ കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നാല് എന്താ ഉണ്ടാവുക, ഈ ഒരു നിമിഷത്തിൽ ചിന്തിച്ചുകൊണ്ട്. ഇപ്പൊ ഈ ചപ്പാത്തി പരത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ലേഡീസിനൊക്കെ ഒരു സ്കില്ലാണ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. നമ്മൾ എന്നാലും ഈ ക്ലാസ് കേൾക്കും അല്ലേ. ഞാനും അങ്ങനെയാണ്. ഈ എന്തെങ്കിലും ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും കേട്ടുകൊണ്ടാണ് അതങ്ങനെ ഒരു ശീലമായതുകൊണ്ട് അതങ്ങനെ ഈ മൊബൈലിൽ എന്തെങ്കിലും വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു നിമിഷത്തില്. അപ്പോ അത് വിചാരിച്ച് ചിലർ പറയാ, ഇത് നമ്മളൊരു കോഫി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അത് ആസ്വദിച്ച് കഴിക്കണം. പക്ഷെ കോഫി ഉണ്ടാക്കുന്നതിന്റെ കൂടെ ഈ ക്ലാസ് വെച്ച് അല്ലെങ്കിൽ ഈ എന്തെങ്കിലും കേട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ആസ്വാദനത്തെ നഷ്ടപ്പെടുത്തരുത്. അത് കുടിക്കുമ്പോഴും ഒരു ബിരിയാണി കഴിക്കുമ്പോഴും ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ആസ്വദിച്ച് കഴിക്കുക. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, അതെ, ക്ലാസ് മിസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. അത് നമുക്ക് അറിയാതെ നമ്മളിലേക്ക് പല തുള്ളി പെരുവെള്ളം അല്ലെ, അതുകൊണ്ട് നമ്മളിലേക്ക് അറിയാതെ ഒരുപാട് നോളജ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ പ്രസന്റിൽ ഇന്നുകൊണ്ട് നമുക്ക് എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനെ നമ്മൾ ആസ്വദിച്ചുകൊണ്ട്, ആരുടെ കൂടെയാണോ ഉള്ളത് അല്ലെ. ചിലരെന്ത് ചെയ്യും, ടൂർ പോയിട്ട് എന്താണ്, അയ്യോ വീട്ടിൽ ഇന്ന് കോഴിക്കൂട് അടച്ചിട്ടില്ല അല്ലെ, വീട്ടിൽ അതിപ്പോ അവിടെ എന്താണാവോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെന്താണോ സംഭവിച്ചത്, അവിടെ എന്തോ അറിയട്ടെ. കാരണം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞില്ലേ, അപ്പൊ അവിടെ എന്ത് ചെയ്യാ, കാരണം നമ്മൾ അത്തരക്കാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നമ്മുടെ ഉള്ള ഹാപ്പിനെസ്സും കൂടെ പോകും അല്ലെ. അപ്പൊ അത്തരക്കാരുടെ കൂടെ എന്ത് ചെയ്യാ, നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ സമാധാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയാ, ഈ ഒരു നിമിഷത്തിൽ ഇവിടെ നിങ്ങൾ വന്നില്ലേ, നിങ്ങൾ എൻജോയ് ചെയ്യും. അപ്പൊ നമ്മുടെ പ്രശ്നത്തെ, നമ്മുടെ നിരാശയെ മറികടക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു നിമിഷത്തിൽ നമ്മൾ എവിടെയാണോ ഉള്ളത്. ഇപ്പൊ നമ്മളൊരു ഫ്രണ്ടിന്റെ കൂടെ പോയി, അപ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാവുന്നതാണ്, അയ്യോ എന്റെ മക്കൾ എന്ത് ചെയ്യണ്ടാവോ അല്ലെ, അങ്ങനെയൊക്കെ തോട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു നിമിഷത്തിൽ നമ്മൾ എൻജോയ് ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പൊ ഈ ഒരു എക്സാം ഫെയിലായി, ഇനി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ, അതിന്റെ ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം ആ പ്രശ്നത്തിന് കഴിഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അടിപിടി കേസോ എന്തോ പ്രശ്നങ്ങളുണ്ടായി, ഇപ്പൊ കാരണം ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്,
എന്റെ ഹെൽത്തിനെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോണ്ട് ഗിവ് അപ്പ്. ഒരിക്കലും നമ്മൾ എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും ഉപേക്ഷിക്കാതിരിക്കുക. അതായത് ഫെയിലിയർ, റിജക്ഷന്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. ഇപ്പൊ നമ്മൾ ആരെങ്കിലും റിജക്റ്റ് ചെയ്തു, അല്ലെ, മാറ്റി നിർത്തി, അല്ലെങ്കിൽ നമ്മളെ ഫെയിലായി, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ കിട്ടുന്നില്ല, എന്നാലും ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. അല്ലെ, നമ്മൾ പറയാറുണ്ട് അല്ലെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഒരു ദിവസം അതിന് ഉത്തരം നൽകും. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദിവസം അതിന് ഫലം കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ എത്തിയിട്ടുണ്ടാവും, ഒരു ഇങ്ങനെ വന്ന് ഈ ഒരു അറ്റം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ആ ഒരു ഇതിന്റെ അറ്റത്ത് വെച്ചായിരിക്കും നമ്മൾ ആ ഒരു ചാൻസിനെ മിസ്സാക്കി കളയുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങള് നമ്മുടെ ലൈഫിൽ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ദെൻ സീക്ക് സപ്പോർട്ട്. നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരിൽ നിന്ന് ഇതൊന്നും നമുക്ക് കാര്യമായിട്ട് ഫലം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് തേടുക. ഇതൊക്കെ എന്നിട്ട് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റണില്ല, ഡിസപ്പോയിൻമെന്റ് ആണ് ഇപ്പോഴും, അല്ലെങ്കിൽ നിരാശയാണ്, എനിക്ക് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണില്ല, ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റണില്ല, പേഷ്യൻ്റ് ആയിട്ടിരിക്കാൻ, ക്ഷമയോടെ ഇരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴും വളരെ കടുത്ത നിരാശയിലാണ് നിങ്ങൾ എങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സപ്പോർട്ട് തേടുക. ആരെ? നിങ്ങൾക്കൊരു നല്ലൊരു സുഹൃത്ത് ഉണ്ടെങ്കിൽ, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ അവരുമായിട്ട് അപ്രോച്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തെറാപ്പിസ്റ്റിനെ കാണുക. അതുപോലെയുള്ള ഒരു നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്ന ഒരു ഇടമാണ് നമ്മുടെ ഈ ഒരു EFT കോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളെ കേൾക്കാനും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് നൽകാനും, അതുപോലെ നിങ്ങളെ ഈ ഒരു കൈപിടിച്ച്, നിരാശയിൽ നിന്ന് കൈപിടിച്ച് കയറ്റി നിങ്ങളെ എന്തിലേക്കാണോ പോവേണ്ടത്, അത് നിങ്ങളുടെ സക്സസിലേക്ക് വഴി കാണിച്ചു തരുന്ന ഒരു കോഴ്സാണ്. അതുപോലെ നിങ്ങളെ വേറൊരു തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു കോഴ്സാണ്. നിങ്ങളുടെ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, അല്ലെങ്കിൽ മറ്റുള്ള ഏതൊരു തരത്തിലാണെങ്കിലും നിങ്ങൾ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, വെൽത്തിൽ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സെൽഫ് വേർത്ത് കൂട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു രീതിയിലാണോ ഉയരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ ഉയർത്തുന്ന ഒരു കോഴ്സാണ് നമ്മുടെ EFT എന്ന് പറയുന്നത്. നമ്മുടെ റഫീഖ് സാറിന്റെ EFT ഗുരുസ് EFT തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, EFT കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു സപ്പോർട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് താഴെ നിങ്ങളുടെ നമ്പർ കൊടുക്കാം. ഓക്കെ, അപ്പോ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതുപോലെ മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ നമ്മുടെ EFTയിലുണ്ട്. നിങ്ങൾക്ക് അവരുടെ എക്സ്പീരിയൻസ് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, ബി പേഷ്യന്റ്, ഗുഡ് തിങ്സ് ടേക്ക് ടൈം എന്നാണ് പറയുന്നത്. ക്ഷമയോടെ കാത്തിരിക്കുക. നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, സമയങ്ങൾ എടുക്കും, അല്ലേ? എറിയാൻ അറിയുന്നവന്റെ കയ്യില് എന്ത് കൊടുക്കാവുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ. കാരണം അത്രയും നമ്മളെ പ്രാപ്തരാക്കിയിട്ടാണ് ദൈവം നമ്മളിലേക്ക് ഒരു കാര്യത്തെ നൽകുകയുള്ളൂ. ഒരുപാട് മഹാന്മാര് ജീവിച്ച ഈ ഭൂമിയില് അവർക്കൊന്നും ഒരൊറ്റ ദിവസം കൊണ്ടല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എത്രമാത്രം പരീക്ഷണങ്ങളിലൂടെ, എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നു, അത്രമാത്രമായിരിക്കും നമ്മുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ നമ്മളെ എന്താണ്, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നാണ്, അല്ലെ? അപ്പൊ ആ തീയിൽ കുരുക്കണം. അതേപോലെ തന്നെ ഒരു വെണ്ണ, അല്ലെങ്കിൽ നമ്മുടെ പാലിലെ എത്ര കടഞ്ഞ് ചില പ്രോസസ്സിലൂടെയൊക്കെ പോയിട്ടാണ് അത് ഏറ്റവും നല്ലൊരു നെയ്യായിട്ട് മാറുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക, നിങ്ങളുടെ ഊഴവും വന്നു ചേരും. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പോ നമ്മുടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ള ആളുകളിലേക്ക് വരാം. വിഷ്ണു, അതാ വിഷ്ണു ഒന്നുകൂടെ ഹാൻഡ് റൈസ് ചെയ്യൂ കേട്ടോ. വിഷ്ണു, രാജലക്ഷ്മി മാം പോയോ? Good morning, ma'am. Good morning. Good morning, and thank God, thank you, super class.
രാവിലെ മെഡിറ്റേഷൻ തന്ന് റഫീഖ് സാറിന് ഹൃദയത്തിന്റെ അടുത്തടിൽ നിന്നും നന്ദി. ഞാൻ അന്നേരം പറഞ്ഞില്ല, ഒരുപാട് പേര് വെയിറ്റ് ചെയ്തതുകൊണ്ട് ഒരുപാട് സ്നേഹ സന്തോഷം. സത്യം പറയാം, മാമിന്റെ ക്ലാസ് കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ പോയി. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 10-20 പേര് വിരുന്നുകാർ വരും എന്ന് പറഞ്ഞാലും എൻ്റെ കുക്കിംഗ് കഴിയുമ്പോഴത്തേന് എൻ്റെ സിങ്കിനകത്ത് പാത്രം നിറയാറില്ല. അന്നേരം നമുക്ക് എന്തൊരു ജോലി ചെയ്യുമ്പോഴായാലും നമുക്ക് ഇടയ്ക്ക് 1, 2, 3 മിനിറ്റ് ഒക്കെ നമുക്ക് കിട്ടും. അന്നേരം ഓരോന്ന് കഴുകി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. പിന്നെ അവസാനം നോക്കുമ്പോൾ നമുക്ക് ആ ഇറിറ്റേഷൻ ഉണ്ടാകത്തില്ല. അതുപോലെ വീട്ടിൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും, ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം നമുക്ക് സ്ത്രീകൾ വിചാരിച്ചാൽ, അതായത് വീട്ടമ്മമാർക്ക്, ജോലിയുള്ളവരെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ചെയ്തെടുക്കാം. കറി പൗഡർ ആയാലും അരിപ്പൊടി എല്ലാം ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്ന ആളാണ്. മാം പറഞ്ഞോണം ഞാനിപ്പം 60-ലാണ് മാം, 60ആണ്. ഞാൻ റിവേഴ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കതാണ് ഇഷ്ടം. ഒരുപാട് സന്തോഷം. എൻ്റെ മകനും അതുപോലെയുള്ള നന്ദി, സ്നേഹം, ദയ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് വളർത്താൻ എനിക്ക് പറ്റി. അങ്ങനെ പിന്നെ EFT വന്നപ്പോ പിന്നെ കിട്ടിയ അനുഗ്രഹം പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കാണ്. മനസ്സിനെ ശുദ്ധീകരിച്ച് പ്രാക്ടീസ് ചെയ്ത് എന്നോട് ഒരുപാട് പേരിങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ കേട്ടിരിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, എല്ലാവരും ഒരുപോലാണ് ക്ലാസ്സിൽ പഠിക്കുന്നത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എത്ര നേരം ചെയ്യും, എപ്പ ചെയ്യും, എങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അതിന് മറുപടിയില്ല. സത്യം അതെ, നമ്മുടെ രാജലക്ഷ്മി മാം ഇവിടെ വന്ന് ഇങ്ങനെ എക്സ്പീരിയൻസ് പറയുന്നത് കൊണ്ട് ഒരുപാട് പേര് രാജലക്ഷ്മി മാമിനെ കണക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് രാജലക്ഷ്മി മാമിന്റെ ഇഫേർട്ട് എത്രയാണെന്ന്, എത്രമാത്രം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അല്ലേ? അല്ല, നമ്മള് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ഒരു നേരം ചെയ്താലും മതി എന്നാണ് ഞാൻ പറയുന്നത്. അവയർനെസ്, അതാണ് അവയർനെസ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നു. ഒരുപാട് സന്തോഷം. എൻ്റെ മകനും നല്ല ഹാപ്പിയാണ്. ഒരുപാട് സന്തോഷം. ഒരുപാട് എല്ലാവരും കേട്ടിരിക്കുന്നവരെല്ലാം EFTയിൽ വന്ന് ജീവിതം ധന്യമാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഫീസിനെ കുറിച്ച് ഓർത്ത് ആരും സങ്കടപ്പെടരുത്. അതിന്റെ എനിക്കിപ്പോ കിട്ടിയെന്ന് പറഞ്ഞാൽ എത്ര ഇരട്ടിയാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ എത്രയോ ലക്ഷങ്ങൾ വീണ്ടും ആശുപത്രി കൊടുക്കേണ്ട അവസ്ഥ എനിക്ക് വന്നേനെ. അതിനേപ്പോഴും പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ ഒന്നും ബാധിക്കുന്നില്ല. അതെങ്ങനെ പറ്റുന്നു ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കും. ഒരു വിഷയം എൻ്റെ മനസ്സിലോട്ട് വരുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കും. അതാണ് ഈ EFTയുടെ ടൂള് നമ്മളെ പ്രാപ്തമാക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് എല്ലാവരും വരിക, കേട്ടിരിക്കുന്നവരെല്ലാം. നമുക്ക് പിന്നെ ലക്ഷങ്ങളുടെ കോടികളുടെ ലാഭമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഒരുപാട് നന്ദി ശ്രീലേഖ മാമിനും സാറിനും. മരണം വരെ EFTയോടൊപ്പം. ഒരുപാട് സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, വിഷ്ണു സംസാരിച്ചോളൂ. ഹലോ ചേച്ചി, സുഖം തന്നെ? സുഖമായിട്ടിരിക്കുന്നു. വിഷ്ണു വീഡിയോയില് വരൂ. വീഡിയോയില് വരാം. റേഞ്ച് കിട്ടുമെന്ന് അറിയാൻ വയ്യ ചേച്ചി. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്ന എനിക്ക് കൂടുതലും നല്ല അവയർനെസ് കിട്ടി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഇടക്കാലം മുതൽ എനിക്ക് എന്തിന് ചെയ്യട്ടെ, ഒന്നും ആവുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ഭയങ്കര ഒരു തോട്ടായിരുന്നു. മേളത്തിന് പോണെങ്കിലും എനിക്ക് ഭയങ്കര എല്ലാത്തിനും ഈ ജോലിയില്ല എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര വിഷമവും കാര്യങ്ങളുമായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും ഞാൻ റെക്കോർഡ് ഇരുന്ന് കാണും. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് ചേച്ചിയുടെ ഈ അവയർനെസ്സും കൂടി കിട്ടിയപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. ചേച്ചിയുടെ ഈ അവയർനെസ്സും കൂടി കിട്ടിയപ്പോൾ ഞാൻ വീണ്ടും ഓണായി. പിന്നെ അത് കണക്ക് തന്നെ ഞാൻ ഇതിൽ നേരത്തെ ഒരാൾ പറഞ്ഞ് EFTയിൽ എനിക്ക് വരാൻ പറ്റുന്നില്ല, അതിന് വരണമെന്നുണ്ടെന്ന് ഒരു ചേച്ചിയായിട്ട് മെസ്സേജ് ഇട്ടിരുന്നു. ഞാൻ കമന്റ് ചെയ്യാൻ കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനൊക്കെ ഈ സെപ്റ്റംബർ മാസമൊക്കെ ഞാൻ കിടന്ന് കൂടുതൽ EFTയിൽ വരണം ഈ ക്ലാസ് കേട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് ഇതിന്റെ ഇടയിൽ ആക്സിഡന്റ് ഒക്കെ എല്ലാം പറ്റി വരാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള, നമ്മൾ നന്നായിട്ട് ആഗ്രഹിക്കുക. അതിനുവേണ്ടി നമ്മൾ കിടിലായിട്ട് വിഷ്വലൈസേഷനും ചെയ്യണം, ആഗ്രഹിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും ഇവിടെ എത്താൻ പറ്റും. പിന്നെ ഇതിൽ വരണമെന്നേ ഞാൻ പറയുള്ളൂ. നമ്മളെ ലൈഫിൽ പഠിക്കുന്ന ഒന്നും പഠിത്തമല്ല. പിന്നെ ഇത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ് EFTയുടെ ടൂള്. ഇത് ലൈഫിൽ കിട്ടുന്നവർ ഉറപ്പായിട്ടും വിജയിക്കും. പിന്നെ എനിക്ക് ഇതിൽ നിന്ന് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റി. ഞാൻ ഇനി മുതൽ PSC ക്ലാസ്സിന് പോകാൻ നിൽക്കുകയാണ്. 2 വർഷം ഞാൻ മെനക്കെട്ട് PSCക്ക് പഠിച്ച് എങ്ങനെയെങ്കിലും ഗവൺമെന്റ് ജോലി. അത് കിട്ടി, ഗവൺമെന്റ് ജോലി കിട്ടി. അത്രേ ഉള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റ് ആയി. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ നന്നായിട്ട് വിഷ്വൽ ചെയ്ത് ഇത് പ്രാക്ടീസ് ചെയ്യാട്ടോ, കിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച് വിഷ്ണു. അപ്പോ നെക്സ്റ്റ് ആരാണ്?
നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ കൊടുത്താലും മതി കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് റഹ്മത്ത് മാം, വീഡിയോയിൽ വരാൻ പറ്റുമോ? വീഡിയോയിൽ വരാൻ പറ്റാത്ത സാഹചര്യം, അടുക്കളയിലാണ്. അടുക്കളയിലാണ്, ഒരു ഷോൾ ഇട്ടാ പോരെ? അങ്ങനെ ഞാന് അൽഹംദുലില്ലാ EFT വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. രാവിലത്തെ മെഡിറ്റേഷൻ ക്ലാസ് സൂപ്പർ ആയിരുന്നു. സാറിന്റെ വീഡിയോയിൽ വരാം. വീഡിയോയിൽ കാണുമ്പോഴേ ഒരു എന്തോ ഒരു എനർജിയാണ് അല്ലേ? അതെ 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 അതെ. അപ്പോ എങ്ങനെയാണെങ്കിലും ഇപ്പൊ നമ്മുടെ ഇവിടെ കൂട്ടത്തിൽ ഇരിക്കുന്നത് വത്സല മാം ഇരിക്കുന്നു, റുക്യ മാം ഇരിക്കുന്നു, സൽമ മാം ഇരിക്കുന്നു, ഗഫൂർ സാർ ഇരിക്കുന്നു, എല്ലാരും ഒക്കെ അടിപൊളി. ഇപ്പൊ അടുക്കളയില് പേരക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ആകുമ്പോ വർത്താനം പറയാൻ പറ്റില്ല, കൊണ്ട് റൂമിലേക്ക് വന്നതാ. ഓക്കെ. EFT വന്നേ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഞാൻ വന്നത്. ഇപ്പൊ അൽഹംദുലില്ലാ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നെ EFTനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. റഫീഖ് സാറിനോടും അതുപോലെ PCMമാരോടും. ഞാൻ 11ാം ബാച്ചിലാണ്. ശ്രീലേഖ മേമാണ് എന്റെ PCA. എപ്പോഴും സപ്പോർട്ടാണ്, ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അൽഹംദുലില്ലാ സന്തോഷമുണ്ട് ശ്രീലേഖ മേഡം ഞങ്ങളെ വിട്ടുപോവാത്തതില്. അതുപോലെ എല്ലാവരുടെ എല്ലാ മേഡന്മാരുടെയും മെഡിറ്റേഷനും മോർണിംഗ് ക്ലാസ്സും എല്ലാം കേൾക്കാറുണ്ട്. കേട്ടിട്ട് ഞാൻ നിരന്തരം പ്രാക്ടീസ് ചെയ്തിട്ട് എന്റെ ഹെൽത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. ഇപ്പൊ എനിക്ക് എവിടെയാണ് വേദന, എന്താ വേദന ഉണ്ടായിരുന്നൊന്നും ഓർമ്മയില്ല. അത്രയും സന്തോഷായി EFT വന്നപ്പോ. എല്ലാരോടും നന്ദിയുണ്ട്. എല്ലാരോടും നന്ദി മാത്രമേ ഉള്ളൂ. താങ്ക് യു മാം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് സൈന ബൈജുരാജ്. ഹലോ മാഡം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം, വീഡിയോയിൽ വരുമോ? വീഡിയോയിൽ വരാനായിട്ട് ഇത്തിരി നോക്കട്ടെ, കിച്ചണിലാണ്. മതിയാ? ഓ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ കിച്ചൺ ഇങ്ങനെ കാണുമ്പോ നമ്മൾ കിച്ചണിലാണെന്നൊന്നും കാണില്ല, നിങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് കിച്ചൺ. ഞാനേ മാഡത്തിന്റെ ക്ലാസ് കേട്ടപ്പോ, ആദ്യം തുടങ്ങി കേട്ടപ്പോ തന്നെ ഞാൻ എന്നെ തന്നെയാണ് അതിൽ കണ്ടത്. കറക്റ്റ് ആയിട്ട് വിഷമിക്കുമ്പോ ഇങ്ങനെ വിചാരിക്കണത്, പ്രാർത്ഥിക്കൂലെന്ന് പറയണത്. പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ എന്നിട്ട് ക്ഷമ പറഞ്ഞുകൊണ്ടാണ്, ദൈവമേ ഞാൻ അങ്ങനെ വിചാരിച്ചതിന് സോറി, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല, ദൈവമില്ലാതെ എനിക്കൊരു ജീവിതമില്ല, അല്ലെങ്കിൽ പ്രാർത്ഥനയില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും എല്ലാം ഈ പറഞ്ഞത് കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും, എനിക്കറിയില്ല എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ എന്നിൽ വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതേപോലെ നിരാശ ബാധിക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ മെഡിറ്റേഷൻ എടുത്ത് മറ്റുള്ളവരോട് ഞാൻ പറയും, നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും. ആരും പറഞ്ഞു തന്നിട്ടല്ല, ഞാൻ സ്വയമായിട്ട് ഞാൻ എങ്ങനെ മറികടക്കും എന്ന് ആലോചിച്ചിട്ട് ഞാൻ സ്വയമായിട്ട് ഞാൻ അങ്ങോട്ട് ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യണം. മാം നമ്മുടെ കോഴ്സ് ചെയ്താണോ? ഒരു ചെയ്തതാണ്. അത് ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞ മാഡം പറഞ്ഞില്ലേ പോലെ. ആദ്യമായിട്ട് മെഡിറ്റേഷൻ ആരും പറഞ്ഞു തന്നിട്ടില്ല, സ്വന്തമായിട്ട് അങ്ങനെ ചെയ്ത് വന്ന ആളാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്കറിയാം. ഇപ്പൊ ഞാനിവിടെ ആദ്യമായിട്ട് സംസാരിച്ചപ്പോ എന്നോട് ദിവ്യ മാഡം ചോദിച്ചു, മാഡം എന്തെങ്കിലും ക്ലാസ്സിൽ മോട്ടിവേഷൻ വല്ലതും കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ധാരാളം ഞങ്ങൾക്ക്, കാരണം ഞാൻ LIC ഏജന്റ് ആണ്. അപ്പൊ ഞങ്ങളിങ്ങനെ തളരുമ്പോ ഞങ്ങൾക്ക് മീറ്റിംഗ് വിളിച്ചിട്ട് ഞങ്ങൾക്ക് മോട്ടിവേഷൻ തരും. കാരണം എന്നാലും ഞങ്ങള് ഫീൽഡിൽ പോണേനല്ല. ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്, ഭയങ്കര ബുദ്ധിമുട്ട്. പോളിസികൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ മാർച്ചിലൊക്കെ ഞാൻ ധാരാളം ചെയ്യുന്ന ആളാണ്. പക്ഷെ ഈ മാർച്ചിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അമ്മയുടെ മരണം ഉണ്ടായി. മാത്രമല്ല എനിക്കിപ്പോ ബാക്കിയുള്ള ദിവസങ്ങൾ പോയിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പൊ ഭയങ്കരമായിട്ട് ഇപ്പൊ നിരാശയിലാണ്. EFT ചെയ്യുന്നുണ്ട്, ശരിയാവും. നിരാശ എന്ന് പറയാൻ പറ്റൂല, എല്ലാം ഓക്കെ. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരും, എന്നിട്ട് പിന്നെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന പറഞ്ഞിട്ടുള്ള ഒരു ഇതില് വരാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതിൽ വെയിറ്റ് ചെയ്യണേണ്, വരും 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 എന്നുള്ള. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നോട് എപ്പോഴും വഴക്കുറയും, നീ ഇങ്ങനെ വരും വരും എന്ന് പറഞ്ഞു കാത്ത്. അപ്പൊ ഞാൻ എപ്പോഴും അത് കിട്ടുന്നില്ല എന്നുണ്ടപ്പോ വേറെ എന്തിലേക്കെങ്കിലും ഒക്കെ മാറിയാലോ എന്നൊക്കെ ചിന്തിക്കണേണ് ഇപ്പൊ. ഏതെങ്കിലും വേറൊരു
ഓക്കെ, ജോലിയിലേക്ക് അപ്പൊ നമ്മള് മാറണോ ഇങ്ങനെ തന്നെ നിൽക്കണോ പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്ക് നല്ല അവസരങ്ങൾ വരും. ഏതാണ് എന്ന് വെച്ചാൽ നമുക്ക് ശ്രേഷ്ഠമായ ഒരു അവസരം നമ്മളിലേക്ക് വരും. അതിനാണ് ഇവിടെ ഇത് കുറയുന്നത്. ഓക്കെ, ഒന്നുകിൽ ഇതിൽ തന്നെ കൂടുതൽ അവസരങ്ങൾ കിട്ടാനോ, അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ നിങ്ങൾക്ക് കിട്ടാനും, അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാനോ ആണ് എന്നുള്ള ആ ഒരു പോസിറ്റീവ് തോട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. മെഡിറ്റേഷൻ ചെയ്യുക, നല്ല അഫർമേഷൻസ് പറയാം. ഓക്കെ, താങ്ക് യു താങ്ക് സോ യു മച്ച് സൈന മാം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, പുഷ്പലത മാം. അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, നമസ്കാരം മേഡം. നമസ്കാരം. ഈ ഞാൻ 12ാം ബാച്ചില് ഇപ്പോ EFT കോഴ്സില് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉം, അതിലേക്ക് എന്നെ എത്തിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് നസീബ ടീച്ചറാണ്. പിന്നെ ഉം, ആ ടീച്ചർ എനിക്ക് ലിങ്ക് അയച്ചു ക്ലാസ്സിൽ കയറാൻ, മോർണിംഗ് ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. ആദ്യമായി ഞാൻ തസ്ലീമ മാഡിന്റെ ക്ലാസ് ആണ് കേട്ടത്. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന്ന് എന്തോ ഉണ്ട്. ഉടനെ ഒരാഴ്ചക്കുള്ളിൽ 2 ആഴ്ച ആകുമ്പോഴേക്കും ഞാൻ ഇതിൽ ജോയിൻ ചെയ്തു. ഫിദ മാം അല്ല, ഫായിസ മാമിനെ മെസ്സേജ് ചെയ്തു, വിളിച്ചു പറഞ്ഞു. അപ്പൊ പറഞ്ഞു ശ്രീരാഗ മേഡാണ് ഇതിന് കിട്ടണം എനിക്കെന്ന് പറഞ്ഞു. അതൊക്കെ വേഗം ശരിയാക്കി. അതിൽ ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. ഈ EFTയിലേക്ക് വന്നത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഫുൾ എന്റെ ശ്രീരേഖ മാം എനിക്ക് ഏത് നിമിഷവും എപ്പോ വേണമെങ്കിലും എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട്. അതിന് പ്രത്യേകം നന്ദി പറയാണ് ഞാൻ മാമിന്. പിന്നെ ഇന്നത്തെ ക്ലാസ് മാം, അതുകൊണ്ടാണ് ഞാൻ കൈ റേസ് ചെയ്തത്. ശരിക്കും ഞാൻ ഒന്നും പറയില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഇന്നത്തെ ക്ലാസ് എന്റെ അനുഭവങ്ങളിലൂടെയാണ് എന്നെ നടത്തിച്ചത്. ഒരുപാട് പ്രയാസങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്ന കുട്ടിക്കാലം, അങ്ങനെ ഓരോ ഘട്ടങ്ങളും എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. അതിനെല്ലാം EFTയിലൂടെ എനിക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എൻ്റെ ട്രോമാസ് ആണെങ്കിൽ എല്ലാം അതെനിക്ക് ബോധ്യമായി. നല്ല ക്ലാസ്, നല്ല എക്സ്പീരിയൻസ്. പിന്നെ എനിക്ക് വാക്കുകളില്ല മാം. നല്ല ക്ലാസ്. ഐ ലവ് യു. താങ്ക് യു. താങ്ക് ഗോഡ്. താങ്ക് യു. എത്രയേ ഉള്ളൂ പറയാം, ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല മാം. അത്രയും സൂപ്പറാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ മോൻ ഇന്ന് അക്കൗണ്ടൻസി പരീക്ഷ ഉണ്ട്. ഞങ്ങൾ കുറച്ച് ഫാമിലി പ്രശ്നം കാരണം മോന് +2 എക്സാം എഴുതാൻ പറ്റില്ല. അപ്പൊ NIOSന്റെ ഇതിൽ എഴുതുകയാണ്. നല്ല മോനാണ്. അപ്പൊ അവന് എക്സാം നന്നായി എഴുതുന്നതിന് വേണ്ടി ഒന്ന് വിഷ് ചെയ്യണേ എല്ലാവരും. ഞാൻ മെസ്സേജ് തീർച്ചയായിട്ടും അടിപൊളിയായി. മോന് നല്ല ഹാപ്പി ആയിട്ട് എക്സാം എഴുതിയിട്ട് വരുന്നു. ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു അവിടെ എക്സാം എഴുതി ഹാപ്പി ആയിട്ട് വരുന്നത് കാണൂ ട്ടോ. ഓക്കെ. ആ ശ്രീരേഖമ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മാമിന് എങ്ങനെ നന്ദി പറയണം. അതുപോലെ തന്നെ റഫീഖ് സാറിന്റെ ഇന്ന് രാവിലത്തെ മെഡിറ്റേഷൻ ഞാൻ ചെയ്യാറുള്ളതാണ്. പക്ഷെ EFTയിലത്തെ ഓരോ പ്രോസസ്സും ഉണ്ടല്ലോ, അത് ഭയങ്കര പോസിറ്റീവാണ്. ഭയങ്കര എന്ന് പറയാൻ വാക്കുകളില്ല മാം. താങ്ക്സ് അലോട്ട്. താങ്ക് ഗോഡ്. താങ്ക് യു സോ മച്ച് പുഷ്പലത മാം. ഓക്കെ, അടിപൊളിയായി. ഒരുപാട് സന്തോഷം. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആരാണ്? നദീറ മാം. ഗുഡ് മോർണിംഗ്. ഖദീജയാണ്. ഖദീജ മാം സംസാരിച്ചോളൂ. നെക്സ്റ്റ് നദീറ മാം പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ആദ്യമായി തന്നെ ഇന്നത്തെ ക്ലാസ് സൂപ്പർ ആയിരുന്നു. ഒരുപാട് ഞാനും പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ കൂടെ കുറെ സഞ്ചരിച്ച് ഇത് കേട്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന്. അങ്ങനെ എന്ത് പറഞ്ഞാലും ആരും മുടക്കും, ഒക്കെ നെഗറ്റീവ് പറയുള്ളൂ. മതി, ഇതൊന്നും കിട്ടാൻ പോണില്ല, ഇത് ചെയ്യണ്ട, എന്താക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇപ്രാവശ്യം ചെയ്തത് ആരോടും ചോദിക്കാണ്ട് അങ്ങോട്ട് ചെയ്തെല്ലാം ബോട്ടിലാക്കി ലേബിൾ ഒട്ടിച്ചതിന് ശേഷമാണ് പുറത്ത് പറഞ്ഞത്. അപ്പൊ ഓക്കെ, എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് പ്രായം ഒന്നിനും നമുക്ക് തടസ്സമല്ല. എനിക്കും ആയി 48. അപ്പൊ ഇപ്പോഴും ഞാൻ പഠിക്കണം, ഓരോ കോഴ്സുകൾ പഠിക്കാനും കൂടുതൽ ഓരോരുത്തർ പഠനത്തിനൊക്കെ ജോയിൻ ചെയ്യണമൊക്കെ ഉണ്ട്. പഠിച്ചുകൊണ്ടിരിക്കും. നദീറ മാം മ്യൂട്ട് ചെയ്യോ അല്ലെങ്കിൽ സംസാരിക്കാൻ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല.
ആ. പിന്നെ എൻ്റെ എല്ലാ നെഗറ്റീവ് ചിന്തകളും മാറ്റി നിർത്താൻ പറ്റുന്നുണ്ട്. FT കുടുംബത്തിൽ വന്നപ്പോൾ പോസിറ്റീവായിട്ട് കൂടുതൽ ചിന്തിക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ എനിക്കൊരു 6 പേരെ നമ്മളെ ഈ കുടുംബത്തിലേക്ക് FT കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ഈ പ്രാവശ്യം അല്ല കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആയിട്ട് ഞാൻ വന്നതിന് ശേഷം എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ ആണ്. എല്ലാവർക്കും നല്ല മാറ്റങ്ങളുണ്ട്. അസുഖങ്ങളായാലും മറ്റു പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുന്നുണ്ട്. പ്രാക്ടീസ് ഒക്കെ നന്നായി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾക്ക് എത്തിക്കുന്നുണ്ട്. അവരെല്ലാവരും വരുന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത്. ക്ലാസ്സുകളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാം നന്നായി പോകുന്നു. ഇന്നത്തെ മെഡിറ്റേഷൻ സാറിനോട് നന്ദി പറയാൻ പറ്റിയില്ല, നടക്കുകയായിരുന്നു. സൂപ്പറായിരുന്നു. റഫീഖ് സാറിനും PCMമാർക്കും എല്ലാവർക്കും നന്ദി. അസ്രമായിരുന്നു എൻ്റെ മാം പറഞ്ഞ പോലെ എപ്പോഴും വിളിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോട് സംശയങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഇടയ്ക്ക് കൂടാറുണ്ട്. അൽഹംദുലില്ലാ എല്ലാം നന്നായി പോകുന്നു. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ കേട്ടോ. ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും. ഓക്കെ, നിതിര മാം സംസാരിച്ചോ. ഗുഡ് മോർണിംഗ് മോൾ. ഗുഡ് ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. കേൾക്കുന്നുണ്ടല്ലോ. എനിക്ക് ഇന്ന് പറയാൻ വിചാരിച്ചതല്ല, പക്ഷെ ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് സാറിന്റെ ക്ലാസ്സും സാറിന്റെ മെഡിറ്റേഷനും എന്നെ ശരിക്കും റിഫ്രഷ് ആക്കി. കാരണം ഇന്നലെ ഭയങ്കര കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഞാൻ ഡൗൺ ആയി പോകണ ഒരു EFTക്ക് മുമ്പുള്ള ആളായി മാറുമെന്ന് പോലും ചിന്തിച്ചു പോയി. ആണോ ഞാൻ? പക്ഷെ അൽഹംദുലില്ലാ എനിക്ക് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് എന്നെ തന്നെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ ഇപ്പൊ മാമിന്റെ ഇന്നത്തെ ശരിക്ക് ഓരോ വേർഡും എന്നെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിച്ചു. നല്ല ക്ലാസ് ആണ് മാമിന്റെ. അപ്പൊ അതിന്റെ ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വന്നതാണ് ഞാൻ. അൽഹംദുലില്ലാ EFTയിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ എന്നെ കേട്ടിട്ടുണ്ട് ഒരുപാട്. പിന്നെ ഈ രാജലക്ഷ്മി മാം പറഞ്ഞത് എനിക്കൊരു ഇതായി. കാരണം ഒത്തിരി പേര് എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് കേട്ടിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും, കുറച്ചൊക്കെ നമ്മ പറയും, പിന്നെ നിങ്ങൾ PSC മാം, അപ്പൊ അവർക്ക് ഒരു പരിഭവമാണ്, സമയമില്ല അങ്ങനെയൊക്കെ. പക്ഷെ നമുക്ക് സാറ് നിശ്ചയിച്ചിട്ടുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഒരു PCM മാം. അതിന്റെ അടുത്ത് ചോദിക്കുക, അതിന് കഴിയാത്ത അത് സാറിനോട് സംസാരിച്ചിട്ട് നമുക്ക് തരും. അല്ലാതെ ഇപ്പൊ മേം പറഞ്ഞ പോലെ എന്റെ ഒരു ചോദിക്കുക, എത്ര പ്രാവശ്യമാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യണ ഓരോ കാര്യങ്ങൾക്കും. പിന്നെ അവരെ പ്രശ്നം പറഞ്ഞിട്ട് പറയും, ഇങ്ങനെയൊക്കെയാണ് എന്റെ പ്രശ്നം, അതിനെങ്ങനെ ചെയ്യണോ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് ഓരോരുത്തർക്കും ദൈവവുമായിട്ടുള്ള ആ ഇടപാടനുസരിച്ചാണ്. ചിലപ്പോ നമുക്ക് ഇവിടെ പലരും പറയണ പലതും നമുക്ക് കിട്ടൂല, പക്ഷെ നമുക്ക് ഏറ്റവും അത്യാവശ്യത എന്താണോ അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് എന്റെ അനുഭവം. അപ്പൊ ആരും പരിഭവിക്കണ്ട, എല്ലാവരും അവനവന്റെ PCMമാരായിട്ട്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് നിതിര മാം. ഒരുപാട് സന്തോഷം. അപ്പൊ നിതിര മാം, നമ്മൾ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. നിതിര മാം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ആളാണ്. അവരുടെ ആ ഒരു ഇച്ഛാശക്തി കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് നിതിര മാം. ഓക്കെ, അപ്പൊ അവരുടെ പ്രാക്ടീസ് അത്രമാത്രം ശക്തവുമാണ്. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസിലൂടെ ആണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക. നമ്മളെ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത് അതാണ്. നമുക്ക് നമ്മുടെ വേർഡ്സിലൂടെ മാറ്റങ്ങൾ ഉണ്ടാവും, പക്ഷെ എന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിലാണ് നമ്മൾക്ക് കൂടുതൽ ഉള്ള റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഓക്കെ ഓക്കെ, ജസീല മാം പറഞ്ഞോളൂ. നെക്സ്റ്റ് സൽമാൻ കേട്ടോ. പറയൂ മാം. ഞാൻ EFTയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വീഡിയോയിൽ വരുമോ ജസീല മാം? മാം, ഞാൻ EFTയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ദൈവം എന്നെ EFTയിലേക്ക് എത്തിച്ചത്. EFT വന്ന ശേഷം എനിക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എല്ലാ കാര്യത്തിലും എനിക്ക് മാറ്റമുണ്ടായി. എൻ്റെ സ്വഭാവത്തിലും എൻ്റെ ജോലിയിലും എൻ്റെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും എനിക്ക് മാറ്റങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും EFTയുടെ കൂടെ നിൽക്കാനാണ് എനിക്ക് താല്പര്യം. ഞാൻ എന്നും EFTയുടെ ടീമിനോട് കടപ്പെട്ടിരിക്കും. എല്ലാവരും EFTയിൽ ജോയിൻ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് ഒരു ചെറിയ നൂല് കിട്ടി അതിൽ പിടിച്ച് കയറുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. എല്ലാവരോടും ഞാൻ EFT ജോയിൻ ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ജസീല മാം. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. നമ്മുടെ പ്രാക്ടീസ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ ഓക്കെ, സൽമാൻ അൺമ്യൂട്ട് ചെയ്തോളൂ.
സൽമാൻ അൺമ്യൂട്ട് ചെയ്യൂ. സൽമാൻ സിയാദ്. ഉണ്ടായി. സൽമാൻ, ക്ലാസ് അടിപൊളി, സൂപ്പർ. താങ്ക് യു സൽമാൻ. ഓക്കെ, മണി മാം. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കണില്ലേ? മാം, ഞാൻ ഞാൻ ഫോർത്ത് ബാച്ചില് ചെയ്ത ആളാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ട് മാം എല്ലാം പറയാൻ സാധിക്കും. എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, എന്റെ ആരോഗ്യപരമായിട്ട് ഒരിക്കലും മാത്രമല്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും മാറിയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ മാത്രമേ എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ എന്റെ റുബീന മാമിനോട് പറഞ്ഞ ഒരു ദിവസം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. കാലടിയിലാണ് ഞാനൊരു വീട് എന്റെ ഹസ്ബൻഡ് വീട് വാങ്ങിച്ചു. ഞങ്ങൾ നിങ്ങളുടെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ മണി മാം. ആ റേഞ്ച് പ്രശ്നമുണ്ട്. അവിടുന്ന് മാറിയ നിങ്ങൾക്ക് റേഞ്ച് ഉള്ള സ്ഥലത്ത് ഇരിക്കാവോ? ഒരു മിനിറ്റ്. ഓക്കെ. മാമ കേക്കാമോ? ഓ, കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ എന്റെ വീട് എനിക്കൊരാൾ വാങ്ങിച്ചു തന്നെ, എന്റെ ഹസ്ബൻഡിന്റെ ബ്രദറ്. അപ്പൊ ഞങ്ങൾ യുദ്ധസമയത്ത് ഞാൻ പുറത്തായിരുന്നു. ഇവിടെ വന്ന് കയറി ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചാൽ എനിക്ക് ആ വീട് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ 35 വർഷമായിട്ട് എനിക്ക് വീടിനോട് എന്നും നേരം വെളുത്ത് കണ്ണു നെഗറ്റീവ് ഇതിട്ട് ആയിട്ടാണ് കണ്ണു തുറക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ദിവസം റുബീന മാമിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഭയങ്കര പ്രയാസമാണ് വീടിനെ പറ്റി. അപ്പൊ മാം പറഞ്ഞു ഒന്ന് ടാപ്പ് ചെയ്യാൻ പറഞ്ഞു. ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്ത് എനിക്ക് ആ നെഗറ്റിവിറ്റി എന്നെ നിന്ന് മാറി എന്നുള്ളതാണ് മാം. പിന്നെ എനിക്ക് 10-40 കൊല്ലമായിട്ട് ഒരു കണ്ണിന്റെ അസുഖങ്ങളുണ്ട്, അതെല്ലാം മാറി. എനിക്ക് ഒരുപാട് ചേഞ്ചസ് എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് പക്ഷെ മാം ഒരു കാര്യം മാത്രം എനിക്ക് സാധിച്ചിട്ടില്ല. അതൊന്ന് പറഞ്ഞോട്ടെ. ഓ, അതെ. അപ്പോ ഇത് പറഞ്ഞ നമ്മുടെ റുബീനയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോനൊരു ലെംടെക് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഒരു നല്ല ജോലി കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. അതാണ് എന്റെ ഏറ്റവും ഈ ഒരു പ്രശ്നത്തിന് നിങ്ങൾ എടുത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ വീടിന് ചെയ്തതുപോലെ ഏറ്റവും ഒരു പ്രശ്നം അതേ എനിക്കിപ്പോ ഉള്ളൂ. ഓക്കെ, അത് റെഡി ആകും. ഓക്കെ, റുബീന നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിഷ് ചെയ്യും, പ്രാർത്ഥിക്കും കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സാഹിത മാം അൺമ്യൂട്ട് ചെയ്തോളൂ. നമ്മുടെ ടൈം ഒത്തിരി ആയി. ഓക്കെ, സാഹിത മാം അൺമ്യൂട്ട് ചെയ്തോളൂ. അഫ്സ മാം അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, പറയൂ. ഗുഡ് മോർണിംഗ്. എന്നെ സംബന്ധിച്ച് പറയാന്ന് വെച്ചാൽ ഞാൻ EFTയിൽ വന്ന് ഫോർത്ത് ബാച്ചിലാണ്. നല്ല എല്ലാ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ക്ലാസ് സൂപ്പറാണ്. ഞാൻ എപ്പോഴും കരുതായിരുന്നു എനിക്ക് മാത്രം എന്താ ഇങ്ങനെയാന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ EFTയിൽ വന്നതിന് ശേഷം അതൊക്കെ മാറിയിട്ടുണ്ട്. താങ്ക് യു മാം, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് സായിദ മാം. ഓക്കെ, അപ്പൊ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് അടിപൊളിയാക്കുക കേട്ടോ ലൈഫ്. അഫ്സ മാം, അഫ്സ അഷ്റഫ്. ഹായ് മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അഫ്സ മാം ഒന്ന് വീഡിയോയിൽ വരൂ. ഒരു മിനിറ്റ്. ഞാൻ മൈൻഡ് മാസ്റ്ററി 12ാമത്തെ വയസ്സിൽ ഇപ്പോ പുതിയതാണ്, ജോയിൻ ചെയ്തതാണ്. പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ ഭയങ്കര നെഗറ്റീവ് ചിന്തകൾ തന്നെ ആയിരുന്നു. എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ പിന്നിൽ ആ ചിന്തകൾ വരുന്നില്ല. അൽഹംദുലില്ലാഹ് ഒരുപാട് മാറ്റം. നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് തന്നെ എന്തോ ഒരു എനർജി കിട്ടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ 5 മാസമായിട്ട് ക്ലാസ്സുകൾ കണ്ടിരുന്ന, ഞാനും ഇതുപോലെ ആദ്യമായിട്ട് ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് എനിക്ക് EFTയുടെ ലിങ്ക് കിട്ടി. ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് മാമിന്റെയാണ് ആദ്യത്തെ വീഡിയോ ഞാൻ കണ്ടത്. അന്ന് മുതലേ എനിക്ക് എന്റെ മനസ്സിലുണ്ട് എനിക്ക് ഇതിന്ന് എന്തോ കിട്ടാണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഒരു ഫായിസ് മാമിന് ഒരു മിസ് കോൾ അടിച്ചു വെച്ചതാ, നമ്പർ സേവ് ആക്കാൻ വേണ്ടി. അപ്പൊ ഫായിസ് മാം ഇങ്ങോട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ ആണ് ഇപ്രാവശ്യത്തെ ഇതില് കയറണം എന്നുള്ളത് ഒട്ടും വിചാരിച്ചിട്ടില്ല. അത് അതിന് എന്റെ ഹസ്ബൻഡ് തന്നെ ക്യാഷ് ഒക്കെ തന്നു.
വിചാരിക്കാതിരിക്കുന്ന സമയത്ത് പെട്ടെന്നാവുമ്പോൾ നമുക്ക് പൈസക്കൊക്കെ ആവശ്യം വന്നപ്പോൾ ഫസ്റ്റ് അഡ്വാൻസ് അടച്ചിട്ട് എന്തായാലും ഒരുപാട് താങ്ക്സ് നമ്മുടെ സാറിനും നമ്മുടെ ഈ ഫാമിലിക്കും മാമുമാർക്കും. പിന്നെ എൻ്റെ PCA ഷൗലത്ത് മാമാണ്, നല്ല അടിപൊളി സപ്പോർട്ടാണ്, സൂപ്പറാണ്, ഫുൾ എനർജിയാണ്. നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഫുൾ എനർജറ്റിക് ആയിട്ട് നമുക്ക് തിരിച്ച് റിപ്ലൈ തരുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ 24 വർഷത്തിന് ശേഷം +1 +2 പഠിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഉള്ളില് എവിടേക്കോ ഒരു പേടിയൊക്കെ ഉണ്ട് പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോ. പക്ഷെ ഇപ്പൊ എനിക്കൊരു സമാധാനം ഉണ്ട്. EFTയിൽ ഇത്രയും വലിയൊരു കുടുംബത്തിന്റെ ഒപ്പമല്ലേ ഞാൻ. എപ്പോഴും രാജലക്ഷ്മി മാമിന്റെ ധൈര്യമായിട്ട് കോഴ്സ് ചെയ്തോളൂ. അടിപൊളിയാണ്. രാജലക്ഷ്മി മാമിനെ ആ ഒരു സംസാരം ഭയങ്കര മോട്ടിവേഷൻ ആണ്. മാമിനെ കാണുമ്പോൾ ഞാനും അതുപോലെ ഒരു വ്യക്തിയായിരുന്നു. 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ ഫുൾ ടൈം എനർജി ആയിരുന്ന ഞാൻ ഫുൾ ഡൗൺ ആയിട്ട് ഏകദേശം 10 വർഷത്തോളം അങ്ങനെ ആയി. എന്തായാലും താങ്ക് യു, ഒരുപാട് സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമ്മുടെ ടൈം ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ നിർത്തണം എന്ന് വെച്ചോ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്, കൺഗ്രാറ്റുലേഷൻ. അപ്പൊ ഒന്ന് ചുരുക്കി പറയൂ കേട്ടോ. ഇനിയുള്ളവര് 8 മണി എന്ന് പറഞ്ഞത് 8 മണിക്ക് സ്റ്റോപ്പ് ആക്കേണ്ടതാണ്. 8:30 ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, സാജിദ മാം അൺമ്യൂട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എന്താ പറയാ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾ വീഡിയോയിൽ വരൂ സാജിദ മാം. ഞാന് ATCയിൽ ഇപ്പൊ പറയാത്തത് കൊണ്ട് എന്താന്ന് പറഞ്ഞാല് അതിലിപ്പോ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കണതാണല്ലോ. അപ്പൊ അങ്ങനെ പറ്റ അങ്ങനെ കണ്ട് അതിലേനി ഒരു ആശ്വാസം കിട്ടും. അപ്പൊ അങ്ങനെ ഏതായാലും ഇന്നത്തെ ക്ലാസ് സൂപ്പറാണ്. പിന്നെ സാറിന്റെ മെഡിറ്റേഷനും ആ മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വീണ്ടും വന്നു. പിന്നെ ധൈര്യം, പിന്നെ സെൽഫ് ലവ്, പിന്നെ സ്നേഹിക്കാൻ ഉള്ളത്, എല്ലാ കാര്യങ്ങൾ കൊണ്ടും വളരെ ഉഷാറാണ്. EFTയിൽ വരാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി മാത്രം. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനിയും അടിപൊളി ആവട്ടെ. ഓക്കെ, ഐഷ മാം സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാമെന്ന് വിചാരിച്ചു. മാമിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു. 7 ബാച്ചിലെ ആളാണ്, എന്നെ അറിയാലോ അല്ലേ? അറിയാം. ഞാൻ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് കയറിയത്, പെട്ടെന്നുള്ളൊരു ദിവസം കയറിയത്. പിന്നെ എനിക്കിപ്പോ അത് ഒരുപാട് മാറ്റം കിട്ടി. മരുന്ന് നിർത്തിയൊന്നുമില്ല. ആ ഒരു ശുക്ർ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെ ചീനു മാമാണ് സപ്പോർട്ട് ഉണ്ട്, ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്, എല്ലാ സംശയങ്ങളും ചോദിച്ചറിയും. താങ്ക് യു മാം, താങ്ക് യു, ഒരുപാട്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നല്ല മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. ഓക്കെ, മുബീന മാം സംസാരിച്ചോളൂ. അസ്സലാമു അലൈക്കും ടു ഓൾ. മാമിന്റെ ഇന്നത്തെ ക്ലാസ് വളരെ ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊക്കെ എനിക്ക് മാത്രമുള്ള ഒരു വിഷമം, എന്റെ വിഷമം അങ്ങനെയായിരുന്നു. തുല്യ ദുഃഖിതരായ ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഇപ്പൊ ഇതിലൂടെ മനസ്സിലാക്കി. ഞാൻ അനുഭവിച്ചിരുന്ന ആ ദുഃഖങ്ങളെല്ലാം ഞാൻ ടാപ്പ് ചെയ്ത് ഞാൻ ആ ദുഃഖത്തിൽ നിന്ന് മുക്തയായിട്ടുണ്ട്. ആ സന്തോഷ സുഖമൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത്, ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നും. ക്ലാസ് ഒക്കെ ഓഫാക്കി നമ്മൾ ഇവിടുന്ന് എണീറ്റ് പോയി കഴിഞ്ഞാൽ വീണ്ടും ചിന്തകളും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മളെ വീണ്ടും വരുന്ന ഒരു ഇത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എനിക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്, നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഹാപ്പി ഹോർമോണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആശ്വാസവും സന്തോഷവും ഒക്കെ കിട്ടുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് മാറുമ്പോൾ അതിന്റെ ഉൽപാദനം നിന്നല്ലോ. അപ്പൊ അതിൽ ആ ഒരു വ്യത്യാസമാണ്. അപ്പൊ പെർമനന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ടാപ്പിങ്ങിലൂടെ നമുക്ക് എപ്പോഴാണോ വിഷമം വരുന്നത്, ഇപ്പൊ നമ്മൾ ഏത് സമയത്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊക്കെ പലർക്കും തോന്നൂലോ. ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇപ്പൊ ഞാൻ കുറെ മീൻ വളർത്തണമൊക്കെ ഉണ്ട്. അപ്പൊ ഈ മീനിന് തീറ്റ ഇട്ട് കൊടുക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കും ചിന്തകളിലേക്ക്. അപ്പൊ ഞാൻ മനസ്സിലാക്കും, ഞാൻ അത് വെച്ച് ടാപ്പ് ചെയ്യും. പിന്നെ ഇപ്പൊ സുബൈക്ക് എണീക്കാൻ വയ്യ, അപ്പൊ എണീക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമ്പോ ആ കിടന്നിട്ട് ഞാൻ ടാപ്പ് ചെയ്യാണ്. എനിക്ക് ഞാൻ പേഴ്സണലായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത്, ഏത് സമയത്താണോ എനിക്ക് ഈ ചിന്തകൾ വരുന്നത്, ആ സമയത്ത് ഞാൻ ടാപ്പ് ചെയ്യണം. പിന്നെ ഞാൻ
ഇതുപോലെ എൻ്റെ ഉമ്മാനെയും ഒക്കെ ഇരുത്തിക്കൊണ്ട് ടാപ്പ് ചെയ്യാനായിട്ട് തന്നെ സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിൽ നിന്ന് ഭയങ്കര പോസിറ്റീവായ എനർജി, ഭയങ്കര മാറ്റം. ഏറ്റവും പ്രധാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മണി ബ്ലോക്ക്, ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ ഫ്രീഡം ഇപ്പൊ അത് എന്നിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അത് അനുഭവിക്കുന്നു. ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ ആ രസം എന്താണെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഒരു പിരിമുറുക്കം ഉണ്ടാവുമല്ലോ, നമുക്ക് പൈസ ഇല്ലാണ്ട് കിടന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടണം, അതിൽ നിന്നൊക്കെ ഇങ്ങനെ അഴവ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത്രയും സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ്, ഒരുപാട് സന്തോഷം മുബീന. അപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഞാനത് ഇന്ററപ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതിൽ പറയുമ്പം എന്ത് ചെയ്യാ, ഒന്ന് ചുരുക്കി പറയാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമ്മളെ 8 മണിക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ കുറെ പേർക്കൊക്കെ ഇങ്ങനെ ഇരിക്കാം, എനിക്കാണെങ്കിലും അല്ലെ, നമ്മുടെ അല്ലെ ഇരിക്കുന്നവർക്ക്. കാരണം നമ്മൾ ആ ഒരു സിൻസിയർ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലുള്ളത് ഇങ്ങനെ തുറന്ന് വരികയാണ് അല്ലെ. ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് മുബീനെ പറഞ്ഞ് അങ്ങനെ പറയാന് സമ്മതിച്ച എന്താന്ന് വെച്ചാല്, നമ്മുടെ ഇതുപോലെയുള്ള കേൾക്കുന്ന ആളുകൾക്ക് അല്ലെ, നമ്മുടെ പ്രാക്ടീസ് ഒക്കെ ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് റിസൾട്ട്. അപ്പൊ ആരെങ്കിലും ഉണ്ട് അല്ലെ, നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ ചിലപ്പോ ഇങ്ങനെ ഈ കണക്ഷൻ വിട്ടു പോകുമ്പം എന്തുണ്ടാവും, ഇങ്ങനെ ആളുകൾ ഇങ്ങനെ മാറി മറന്നു പോകും ചിലപ്പോ. എന്താണെങ്കിലും നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, പിന്നെ മുബീന പറഞ്ഞത് ഒരു സയൻസും കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ വരുമ്പോൾ വളരെ കറക്റ്റ് ആണ്. ഇവിടെ ഹാപ്പി ഹോർമോൺസ്, പോസിറ്റീവായ ചിന്തകൾ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളിൽ ഹാപ്പി ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ല കാര്യങ്ങളാണ്, നമ്മുടെ ചിന്തകളാണ് വരുന്നത്. പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, റെജീന മാം പറഞ്ഞോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തൊരു ജീവിതം ഇത്, എന്താണ് ഇങ്ങനെ എന്നൊക്കെ. പക്ഷെ ഈ EFT കയറി വെക്കുമ്പോ അതൊന്നും ഇല്ല. എല്ലാം എന്താ പറയണ്ടേ, ഞമ്മക്കെല്ലാം ഉണ്ട്, ഞമ്മക്കെല്ലാവരും ഉണ്ട്. ഞമ്മക്കിപ്പൊ എന്ത് സങ്കടം വന്നു കഴിഞ്ഞാലും ഞമ്മക്ക് ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആൾക്കാരുള്ളത് പോലത്തെ ഫീലിംഗ്. ആദ്യം ഞാൻ വിചാരിക്കും അനക്ക് മാത്രം എന്താ ഇങ്ങനെ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ളതാ. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി, അൽഹംദുലില്ലാ, നല്ല മാറ്റം. ഞാൻ ഹസ്ബൻഡിന്റെ അസുഖം കാരണമാണ് ഇതിൽ കയറിയത്. പക്ഷെ ഹസ്ബൻഡ് 2-3 വറി ഹസ്ബൻഡിനെ ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷെ ഇപ്പൊ അടുത്തൊരാഴ്ച മുന്നേ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ഞാന് അസുഖം മാറിയിട്ട് തന്നെ വീട്ടിലേക്ക് 5 ദിവസം കഴിയുന്ന ഞാന് 2ാമത്തെ ദിവസം തന്നെ വീട്ടിലെത്തി. പൂർണ്ണ ആരോഗ്യവാനായിട്ട് വീട്ടിലെത്തുന്നത് ഞാൻ അവയർനെസ് കൊടുത്ത്. അപ്പൊ ആ സാറിന്റെ അവയർനെസ് ക്ലാസ് കിട്ടിയ പിറ്റേന്നാണ് ഞാന് കോഴിക്കോട് കൊണ്ടുവന്നത്. അപ്പോ നമുക്ക് ഈ വിഷമഘട്ടത്തിൽ നമുക്ക് ടേപ്പ് ചെയ്യാനുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ അവയർനെസ് കൊടുത്തു, ഈ അവയർനെസ് ശരിക്കും ഫലിച്ചു. 2ാമത്തെ ദിവസം തന്നെ ഡോക്ടർ വീട്ടിലേക്ക് പോട്, സ്ഥിരം കാണിക്കുന്ന ഡോക്ടറായിട്ട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തി. അൽഹംദുലില്ലാ, ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. അപ്പൊ ഉമ്മ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ പറയും, കരയണ്ട, ഇനി നിങ്ങൾ എന്താക്കുക മനസ്സിൽ കൊടുക്കുക, പൂർണ്ണ ആരോഗ്യവനായ മോനാന്നുള്ളത് ആ മനസ്സിൽ ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ ഉമ്മാന്റെ സങ്കടം ഒരുപാട് മാറിക്കിട്ടി അങ്ങനെ പറഞ്ഞു കൊടുത്തത് കൊണ്ട്. അൽഹംദുലില്ലാ, ഇങ്ങനെ പോന്നു. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ഇനി വളരെ സന്തോഷം കണ്ടോ. അപ്പൊ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ നമ്മളത് ഉപയോഗിക്കുക, നമ്മുടെ പ്രാക്ടിക്കലിൽ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ജമീല മാം പറഞ്ഞോളൂ. ഓക്കെ, ഇതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് ഒരു ഇതുണ്ടാവും, ഇങ്ങനെയൊക്കെ സംഭവിക്കോ, അത് നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ കോഴ്സിലൂടെ തന്നെ അനുഭവിച്ചറിയണം. ഓക്കെ, ജമീല മാം സംസാരിച്ചോളൂ. നിങ്ങൾ അൺമ്യൂട്ട് ആണല്ലോ നമുക്ക്. ഓക്കെ, ജമീല മാം സംസാരിക്കുന്നില്ലേ? എന്നാല് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് സന്തോഷം. അപ്പോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ക്ലാസ്സിൽ എന്താണോ പറയുന്നത് അത് നമ്മുടെ പ്രാക്ടിക്കലി നമ്മൾ അത് കൊണ്ടുവരിക, നമ്മുടെ പ്രയോഗത്തിൽ കൊണ്ടുവരിക. അപ്പൊ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക, ഇതൊക്കെ പറയണ സത്യമാണോ എന്നുള്ളതെന്ന്. നമ്മളിപ്പോ എന്താണെങ്കിലും, ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ഉള്ളതെങ്കിലും നിരാശയിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഇത് പ്രാക്ടിക്കലി ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ നമ്മളെ ഇതിന്റെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കറിയണമെങ്കിൽ നമ്മൾ ഈ കോഴ്സ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് കേട്ട എല്ലാവർക്കും വളരെ സ്നേഹം അറിയിക്കുകയാണ്, സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗുഡ് മോർണിംഗ്. അടിപൊളി ക്ലാസ്.
അമേസിംഗ് Thank ക്ലാസ്, സൂപ്പർ സൂപ്പർ അടിപൊളി. Thank you, ma'am. Thank you. Super class. ഹലോ Thank you, ma'am. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓൾ. Super, super class. താങ്ക് യു മാം. സൂപ്പർ ക്ലാസ്.